പിന്നെ ആമുഖമായി നമ്മുടെ യാത്രാ സംഘത്തിലെ ഹബീബിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇന്നത്തെ ക്യാപ്ഷൻ ഇതായതുകൊണ്ട് പലപ്പോഴും ചിലപ്പോൾ റോങ് കമൻസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മറുപടി അർഹിക്കാത്തതിന് നിങ്ങൾ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു പൊതു ഇടമാണ്. ആർക്കും എന്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്യാപ്ഷൻ ഇതായതുകൊണ്ട് എന്തായാലും ഒന്നോ രണ്ടോ ആളുകളാണ് അങ്ങനെ വരാറുള്ളത്. അത് തന്നെ ഫേക്ക് ഐഡിയയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രകോപിതരായി മറുപടി കൊടുക്കരുത്. നമ്മുടെ സ്റ്റൈലല്ല. ഓക്കെ, നമ്മുടെ യാത്രാ സംഘത്തിലെ ആരും അങ്ങനത്തെ ആളുകളല്ല. എന്ത് കമൻറ്റ് വന്നാലും മൈൻഡ് ചെയ്യണ്ട. എന്തെങ്കിലും പ്രധാനപ്പെട്ടത് മറുപടി അറിയിക്കുന്നുവെങ്കിൽ ആദ്യം അഡ്മിൻ കൊടുക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. റൈറ്റ്, അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ 350 വേണ്ടി കാത്തു നിൽക്കുന്നില്ല. എനിക്ക് ഒന്നാമത്തെ കൂടുതലായി നേരെ സംസാരിക്കാൻ കഴിയില്ല. ശാരീരിക മാനസികമായ വിഷമങ്ങളുണ്ട്. അൻവർ സാദിഖ് വൈസി, മാഷാ അല്ലാ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ദൈക്ഷണിക സാന്നിധ്യമാണ് അൻവർ സാദിഖ് ഫൈസി. നല്ല എഴുത്തുകാരൻ, നല്ല ചിന്തകൻ, നല്ല പ്രഭാഷകൻ, സത്യധാര മാഗസിൻ്റെ എഡിറ്റർ. മാഷാ അല്ലാ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഹബീബിങ്ങളെ, നൈൽ നദിയുടെ തീരങ്ങളിലൂടെ എന്ന ടാഗ് ലൈനിൽ നമ്മൾ നടത്തുന്ന യാത്രയുടെ 112ാമത് ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആ യാത്രാ സംഘം ഇപ്പോഴും മിസ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇടവേളയിലാണ് നമ്മുടെ സുലൂക്കിൻ്റെ രാജകുമാരൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയം വന്നത്. അങ്ങനെ വന്ന വേളയിൽ നമ്മൾ മുഹീദ്ദീൻ മാലയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾ തന്നെ നിരന്തരമായി പറഞ്ഞതിൻ്റെ താല്പര്യപ്രകാരം, ഇവിടെ കമൻസ് വന്ന പഴയ ലൈവ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം, അത് കൂടുതൽ പറയണേ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതൊരു 4 എപ്പിസോഡ് അതിലേക്ക് തന്നെ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്നത് പറയാമെന്നൊന്നും നമ്മൾ നിശ്ചയിച്ചില്ല. എല്ലാം ഇൽമ തന്നെയാണല്ലോ. അതുകൊണ്ട് ഇന്നും തീർന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തുടരും, ഇല്ലെങ്കിൽ നമ്മൾ മിസ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. അള്ളാഹു നമുക്ക് ദീർഘായുസ്സ് നൽകട്ടെ. ഏത് സമയത്തും ഈ ദുനിയാവ് വിട്ട് പോകേണ്ട ആളുകളാണ് നമ്മൾ. ആ ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാകുക. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മരിക്കുമ്പോൾ ഈമാൻ ലഭിക്കട്ടെ. ഹബീബിങ്ങളെ, ആ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഇമാമുന് ഷാഫഈ എന്ന പേരിൽ അപരനാമത്തിൽ വിഖ്യാതനായ ഒരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബൂ സഈദ് അബ്ദുല്ലാഹ് ഇബ്നു അസ്റൂൻ എന്നായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ക്യാപ്ഷനിൽ കണ്ട ഖദമേ അലാ റഖബാത്ത് എന്ന ആ പരാമർശം വരാൻ കാരണമെന്ന് അതാണ് ആമുഖമായി പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്രയും ദർഘിച്ച പേര് നമുക്ക് അബ്ദുള്ള എന്ന് ചുരുക്കി ഷോർട്ടാക്കി ഞാൻ പറയുകയാണ്. ഇടയിൽ വരുന്നവർക്ക് പക്ഷേ ആ പേര് അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന പേര് ഇതാണെന്ന് എല്ലാവരും ഓർക്കുക. അബൂ സഈദ് അബ്ദുല്ലാഹ് ഇബ്നു അസ്റൂൻ എന്ന് പറയുന്ന മഹാൻ പറയണം. അപ്പൊ അബ്ദുള്ള പറയുകയാണ്, എന്തുട്ടാണ് അദ്ദേഹം പറഞ്ഞത്? ഞാൻ ജ്ഞാനം പഠിക്കാൻ വേണ്ടി ബാഗ്ദാദിലേക്ക് ചെന്നു. മദ്രസത്തു നിലാമിയ സർവകലാശാലയിൽ, അന്നൊരു യൂണിവേഴ്സിറ്റി എന്നൊന്നും അതിന് പറയാൻ പറ്റത്തില്ല. അവിടേക്ക് ചെന്നപ്പോൾ എൻ്റെ സുഹൃത്തായി എനിക്ക് ലഭിച്ചത് ഇബ്നു സഖ എന്ന് പറഞ്ഞ ഒരാളെയാണ്. ഹബീബിങ്ങൾക്ക് ഒരു പക്ഷേ നമ്മുടെ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. ഇബ്നു സഖ എന്ന് പറഞ്ഞൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വളരെ വിസ്മയജനകവും വിചിത്രവുമായ ഒരു രൂപപരിണാമത്തെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ ഇടവേളയിൽ പറയുകയാണ്. അത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെയും സഹപാഠിയായിരുന്നു അദ്ദേഹം. ഓക്കൂ, ഞങ്ങൾ പരസ്പരം കൂട്ടുകാരായി. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ സ്വാലിഹീങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി പോകാറുണ്ട്. പഠനത്തിൻ്റെ ഇടവേളയിൽ ചിലപ്പോഴൊക്കെ ജ്ഞാനസിദ്ധരായ ആത്മജ്ഞാനികളായ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എന്നറിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ട്. ഇടയിൽ പറയുന്നു, അതൊരു നല്ല സ്വഭാവമാണ്, നല്ല ഒരു രീതിയാണ് കേട്ടോ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പലപ്പോഴും മഹാന്മാരെ സന്ദർശിക്കാൻ പോകുന്നത് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ്. റൈറ്റ്, രോഗം മാറാനാണ്, നമ്മുടെ ബിസിനസ്സിൽ അഭിവൃദ്ധി ലഭിക്കാനാണ്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയൊന്നും ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെ
നമ്മൾ ഏതെങ്കിലുമൊക്കെ നല്ല മനുഷ്യന്മാരുമായി സഹവസിക്കാൻ, അവരുടെ മാഹൗലിലായിട്ട് ഇങ്ങനെ അല്പസമയം ഇരിക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഏതെങ്കിലും മസാറിൽ നിങ്ങൾ അങ്ങനെ യാത്ര നടത്തിയിട്ടുണ്ടോ? യാത്ര ചിന്തകളെ എന്താ പറയുക, മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണ്. റൈറ്റ്. മനുഷ്യന്റെ ചിന്തകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ് യാത്ര. അപ്പൊ അത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, നല്ല ആളുകളുമായി സഹവസിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ അവരിലൊരു ഓറ ഉണ്ടാകും. ഒരു ഓറ. എന്താണ് അതിന് മലയാളത്തിൽ പറയാന്ന് എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തോളൂ. ഒരു ഓറ അവരുടെ ചുറ്റുമുണ്ടാവും. ഒരു പോസിറ്റീവ് സ്പിരിച്വൽ, റൈറ്റ്, ഒന്ന് കട്ടായി. ഒരു പോസിറ്റീവ് സ്പിരിച്വൽ എനർജി എന്ന് വേണമെങ്കിൽ ഒരു പക്ഷെ അത് മലയാളത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ. അത് അവരുടെ അടുത്തുണ്ടാവും. അപ്പോൾ ഒരു മസാറിൽ നിങ്ങളിങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ, അവിടെ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അവിടെ അല്പസമയം അങ്ങനെ ചെലവഴിച്ചാൽ, എനിക്ക് അനുഭവമുള്ളതാണ്. ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിന്റെ മസാറിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു നവോന്മേഷം ലഭിക്കും. അപ്പം അത്തരം ആളുകളുമായി സന്ദർശിക്കുന്നത് നല്ലതാണ്, യാത്രകൾ നല്ലതാണ് എന്ന് ഇടയിൽ ഞാനിങ്ങ് സൂചിപ്പിച്ചു പോവാണ്. അപ്പോൾ ഈ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഇബ്നു സഖ എന്ന് പറയുന്ന, ഇബ്നു സഖക്ക് നിങ്ങൾ റളിയല്ലാഹു അൻഹു പറയണ്ട, ഓറ, വലയം, ശിഹാബ്, ശരി, ഒരു വലയം ഉണ്ടാവും. അദ്ദേഹത്തെ കൂട്ടി ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ആ നാട്ടിൽ ഒരു ഗൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ വന്ന് ബഗ്ദാദിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായി. പഠനകാലത്താണ്. ഞങ്ങൾ ജാമ്യയിൽ പഠിക്കുമ്പോൾ അങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി പോവാറുണ്ടായിരുന്നു. അപ്പം അന്ന് ഞങ്ങളുടെ കൂടെ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന കുട്ടിയും ഉണ്ടായിരുന്നു, വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു. നമ്മുടെ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. ഷെയ്ഖ് ജീലാനി അന്ന് യുവാവാണ്. ഓക്കെ. യാത്രാമധ്യേ ഇബ്നു സഖ പറയുകയാണ്, ഹബീബിങ്ങളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നു സഖ യാത്രാമധ്യേ പറയുകയാണ്, നമ്മൾ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന ആൾക്ക് അറിയാത്തൊരു മസ്അലയെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പഠിക്കുന്ന ഇബ്നു സഖ പറയാണ്. അബ്ദുൽ ഖാദർ ജീലാനിനേക്കാൾ അന്ന് ഒരു പക്ഷേ പ്രായമുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ അറിയാത്ത ഒരു ചോദ്യം ചോദിക്കാനാ പോകുന്നത്. ആലോചിച്ചൊക്കെ, ഒരു മഹാനെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോഴും അവരുടെ ഉദ്ദേശം എന്താണ്? ഓരോരുത്തർക്കും ഓരോന്നിലും ഓരോ ഉദ്ദേശങ്ങൾ ഉണ്ടാവും. അദ്ദേഹത്തിന് അറിയാത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ന് വെച്ചാൽ അബ്ദുള്ള എന്നവർ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ഒരു മസ്അല ചോദിക്കും, അദ്ദേഹം നൽകുന്ന മറുപടി എന്താണെന്ന് പരിശോധിക്കാനാണ് ഞാൻ പോകുന്നത്, അറിയാത്തത് ചോദിക്കാനല്ല. രണ്ടാമത്തെ ആളും പറയുന്നത് എന്തൊട്ടാ പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തോട് ഒരു മസ്അല ചോദിക്കും, എന്താണ് അദ്ദേഹം മറുപടി പറയുക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്ന് അറിയാൻ, അല്ലാതെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടല്ല. എന്തു മറുപടിയാണ് അദ്ദേഹം അതിൽ റിപ്ലൈ ചെയ്യുക എന്നറിയാൻ വേണ്ടി ഞാൻ പോകുന്നത്. അപ്പൊ രണ്ടുപേരും തങ്ങളുടെ യാത്രാ ഉദ്ദേശത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ, അബ്ദുള്ളയും ഇബ്നു സഖയും സംസാരിച്ചപ്പോൾ, നമ്മുടെ സ്മര്യ പുരുഷൻ, സുലൂക്കിന്റെ രാജകുമാരൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, മഅദല്ലാഹ് അൻ നസ്അലഹു ശൈഅൻ അന ബൈന യദൈഹി അൻതളിറു ബറകത റുയതിഹി. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ എന്തെങ്കിലും ചോദിക്കുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുകയാണ്. കൂട്ടുകാരെ, അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ചോദ്യത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുകയാണ്. പിന്നെ ഞാൻ പോകുന്നത് എന്തിനാണ്? അനബൈന യദൈഹി അൻതളിറു ബറകത റുയതിഹി. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന്
അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോകുന്നത്. ഞാൻ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ കാഴ്ച തന്നെ ഒരു ബർക്കത്താണ്. അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കാണുക എന്നത് മാത്രമാണ് എൻ്റെ യാത്രയുടെ ഉദ്ദേശം എന്ന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. സ്റ്റക്കായിട്ടുണ്ടോ? ബാസിത്ത് അബ്ദുൽ സ്റ്റക്കായി എന്ന് പറയുന്നുണ്ടല്ലോ. സ്റ്റക്കായിട്ടുണ്ടോ? ഒന്ന് പറയൂ കേട്ടോ, സ്റ്റക്കായിട്ടുണ്ടോ? അങ്ങനെ സമയം കളയാനില്ല. ആരുടെയും റിപ്ലൈ വരുന്നില്ല. ഒന്ന് സ്റ്റക്കായിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നോക്കൂ നിങ്ങൾ, ഞാനത് ആവർത്തിക്കുന്നില്ല. സ്ക്രീൻ വല്ലാതെ ചെറുതായി, അതെന്തുട്ടാന്ന് എനിക്കറിയില്ല. അപ്പോൾ നോക്കൂ, ഞാൻ ഈ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുന്നില്ല. ആവർത്തനം എന്ന് പറയുന്നത് വിരസത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും 3 ആൾ യാത്ര പോകുമ്പോൾ 2 ആളുകൾ പറഞ്ഞത് ഒരാൾ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ ഷെയ്ഖിനെ, ഒരാൾ പോകുന്നത് അദ്ദേഹം എന്തു മറുപടി പറയുമെന്ന് അറിയാനാണ്. അതും ഒരു പരീക്ഷണമാണ്. റൈറ്റ്? ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞത് ഞാനൊന്നും ചോദിക്കാനല്ല, ഞാൻ ആ മഹാമനീഷിയെ പരീക്ഷിക്കാനുമല്ല പോകുന്നത്. പിന്നെയോ ഞാൻ അവരെ കാണുക എന്ന, ജ്ഞാനിയായ ഒരു മനുഷ്യനെ കാണുക എന്ന ബറക്കത്തെടുക്കാനാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയവർ അല്പസമയം കഴിഞ്ഞ് ആ ഷെയ്ഖ് അവിടെ വന്നു. ഗൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം വന്നു. വന്ന ഉടനെ ഹബീബിങ്ങളെ വന്ന ഉടനെ അദ്ദേഹം ഇബ്നു സഖയെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു, ഇബ്നു സഖ വൈഹക യബ്ന സഖ, വൈഹക യബ്ന സഖ, നിന്റെ നാശമാണ് ഇബ്നു സഖ. തസ്അലുനി മസ്അലതൻ ലാ അദ്രി ലഹാ ജവാബ, എനിക്കറിയാത്ത ഒരു കാര്യം ചോദിക്കണമെന്നല്ലേ നീ മനസ്സിൽ കരുതിയത്? എനിക്ക് മറുപടി അറിയാത്ത മസ്അല ചോദിക്കാനല്ലേ നീ എൻ്റെ അരികിലേക്ക് വന്നത്? എന്നാൽ ഹിയ കദാ, ആ ചോദ്യം ഇന്നതാണ്, വജവാബുഹാ കദാ, നിന്റെ ചോദ്യവും ഉത്തരവും ഇതാണ് എന്ന് വന്നയാൾ പറഞ്ഞു. വാവ്, അമേസിങ്. മനസ്സിൽ ഉദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞു. നിന്റെ ചോദ്യം ഇന്നതാണ്, അതിന്റെ ഉത്തരവും ഇന്നതാണ് എന്ന് അവർ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലഅറാ നാറുൽ കുഫ്രി തൽതഹിബു ഫീക്, നിന്റെ മുഖത്ത് നിശ്ചയം അവിശ്വാസത്തിന്റെ, കുഫ്രിന്റെ തീ ജ്വലിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, മഹാന്മാരുടെ പിന്നെ സ്റ്റക്കായി. നിന്റെ മുഖത്ത് കുഫ്രിയത്തിന്റെ അഗ്നി ജ്വലിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് ചില ആളുകൾക്ക് മുഖലക്ഷണം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയട്ടോ. അദ്ദേഹം മുഖലക്ഷണം കൊണ്ടല്ല പറയേണ്ടത്, ആധ്യാത്മികമായ ഒരു കഴിവുണ്ടാ. പട്ടിക്കാട് ജാമിയ നൂരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, പറയാൻ പേടിയായിട്ടില്ല, നല്ലൊരു സാഹസിൽ പേര് പറഞ്ഞതാക്കണ്ട, ഒരു ആളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇനി ഇവിടെ പഠിക്കണ്ടെന്ന് പറഞ്ഞു. പ്രത്യക്ഷത്തിൽ ആ വിദ്യാർത്ഥി അക്കാലത്ത് അവിടെ നല്ല പ്രഭാഷകനായിരുന്നു കേട്ടോ. ആ സ്ഥാപനത്തിലെ മികച്ച പ്രഭാഷകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ പഠിക്കണ്ട. ആ കുട്ടിയെ കുറിച്ച് ഉസ്താദുമാർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. അവരൊക്കെ ഒരു റെക്കമെൻഡിന് വേണ്ടി പ്രിൻസിപ്പളായ ശംസുൽ ഉലമയുടെ അടുത്ത് പോയി പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, അവൻ നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയല്ലേ എന്ന്. മാത്രമല്ല, മാനേജ്മെന്റ് ഭാരവാഹികൾ ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ടു.
പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ. അവർ പറഞ്ഞു ആ വിദ്യാർത്ഥി നല്ല പഠിക്കുന്നതല്ലേ. അപ്പൊ ശംസുലമ പറഞ്ഞു, അവൻ ഇവിടെ പഠിക്കുകയാണെങ്കിൽ ഞാനിവിടെ പഠിപ്പിക്കില്ല, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. അങ്ങനെ ഗത്യന്തരമില്ലാതെ ആ വിദ്യാർത്ഥിയെ പുറത്താക്കി. ആ വിദ്യാർത്ഥി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ പുറത്തു വന്ന് സുന്നത്ത് ജമാഅത്തിന് എതിരായി പ്രസംഗിച്ചു. ഇപ്പോഴും അദ്ദേഹം അത്തരമൊരു വിഭാഗത്തിലെ പ്രഭാഷകനായി നിലനിൽക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ശംസുലമ എന്തുട്ടാ പറയാ, ഒന്നും കണ്ടിട്ടൊന്നുമല്ല പറഞ്ഞത്. അത് ചില എന്താ പറയാ, ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ ചറാ മാ ലാ യറാഹു നാദിറൂന. അപ്പൊ ഇബ്നു സഖയോട് പറഞ്ഞു, ഇന്നി ലഅറാനാറുൽ കുഫരി, ഞാൻ നിന്റെ മുഖത്ത് കാണുന്നുണ്ട്, തൽതഹിബു ഫീക്, അതിങ്ങനെ ജ്വലിക്കുന്നുണ്ട് നിന്റെ മുഖത്ത്. ശേഷം എന്നെ നോക്കി പറഞ്ഞു, അബ്ദല്ലാഹ് യാ അബ്ദല്ലാഹ് യാ അബ്ദല്ലാഹ് അതസ്അലുനി അൻ മസ്അലത്തിൻ ലിതൻദുറ മാ ഖൂലു ഫീഹാ ഹാദാ കദാ വജവാബുഹാ കദാ. നീ എന്നോട് ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. പിന്നെയും സ്റ്റക്കായി എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. എന്താണ് പ്രശ്നം? ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? നിങ്ങൾ കമന്റ് ചെയ്ത് അല്പസമയം കഴിഞ്ഞിട്ടേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെയാണ്? ഓക്കെ. അപ്പൊ ഇബ്നു സഖയുടെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ അബ്ദുള്ളയാണ്. അദ്ദേഹത്തോട് പറയാണ്, നീ എന്നോട് ചോദിക്കാൻ വിചാരിച്ച ഹുസൈൻ പന്നിപ്പറ. റൈറ്റ്. ഞാൻ പറഞ്ഞ വിദ്യാർത്ഥിയുടെ പേരുകളോട് കമന്റ് ചെയ്താണ് കേട്ടോ. നിങ്ങളുടെ ചോദ്യത. എന്നിട്ട് പറഞ്ഞു, ഹബീബിങ്ങളെ. എന്നിട്ട് ശൈഖ് അവർകൾ പറഞ്ഞ മറുപടി എന്താണ്? മറുപടി, ലതഹസുനു ദുനിയാ അലൈക ഇലാ ശംഹതി ഉദ്നൈക ബിസാഅതി അദബിക. എന്റെ ഹബീബിങ്ങളായ ആളുകൾ വളരെ ഗൗരവത്തോടെ ആലോചന ചെയ്യണമേ. ഇടയിൽ വന്ന് കയറുന്നവരുടെ അഭിപ്രായം നമ്മൾ പരിഗണിക്കുന്നില്ല. ഈ യാത്രാ സംഘത്തിൽ 112 ദിവസങ്ങളായി പിന്തുടരുന്ന എൻ്റെ ഹബീബിങ്ങളോടാണ് പറയുന്നത്. അദ്ദേഹം അബ്ദുള്ള എന്ന് പറയുന്ന ആ മനുഷ്യനോട് പറഞ്ഞ മറുപടി, നിങ്ങളുടെ അദബ് കേട് കാരണം നിങ്ങളുടെ ചെവിക്കുഞ്ഞി വരെ ദുനിയാവ് കുന്നുകൂടുന്നത് ഞാൻ കാണുന്നുണ്ട്. അദബ് കേടാണ് പ്രയോഗിച്ചത്. ഒരു മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത് അദബ് കേടാണ്. അതും ആധ്യാത്മികമായ മഹത്വത്തില്ല ജ്ഞാനസിദ്ധരായ ആളുകളോടുള്ള ചോദ്യം. അറിവ് പഠിക്കാൻ ചോദ്യം നല്ലതാണ്. പക്ഷേ അദ്ദേഹത്തിന് അറിവുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നത് ഇൽമിനെ അവഹേളിക്കലാണ്. അതുകൊണ്ട് പറഞ്ഞു, നിന്റെ 2 ചെവിക്കുനി വരെ ദുനിയാവ് കുന്നുകൂടുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. രണ്ടാമത്തെ ആളോടുള്ള മറുപടി അതാ. അപ്പൊ നമുക്ക് തോന്നും, ദുനിയാവ് കുന്നുകൂടുകയാണെങ്കിൽ ഇന്ന് അങ്ങനെ കുറെ ആൾക്കാരെ കളിയാക്കാൻ പോയ പോരെയെന്ന്, അല്ലേ? ആരെയും പരിഹസിക്കാനും കളിയാക്കാനും പോണ്ട ഹബീബിങ്ങളെ. ആരുടെ വാക്കിൻ തുമ്പത്താണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു എന്ന യുവാവിനെ തന്റെ അരികിലേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, യാ അബ്ദൽ ഖാദിർ, യാ അബ്ദൽ ഖാദിർ, ലഖദ് അർളൈത അല്ലാഹ വറസൂലഹു ബിഹുസ്നി അദബിക കഅന്നി അറാക ബിബഗ്ദാദ്.
വഖദ് സഇത്തൽ കുർസിയ മുതകല്ലിമൻ അലൽ മലഇ വഖുൽത ഖദമി ഹാദിഹി അലാ റഖബതി കുല്ലി വലിയില്ലാ. ഹബീബിങ്ങളെ നമ്മുടെ ക്യാപ്ഷനിൽ എഴുതിയ ഖദമി അലാ റഖബാതി എന്ന വിഷയത്തോട് നമ്മൾ ഇപ്പോൾ അടുക്കാൻ പോവുകയാണ്. അതായത് എല്ലാ വലികളും മുഹ്യിദ്ദീൻമാലയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്താണ് മുഹ്യിദ്ദീൻമാലയിൽ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ആർക്കാണതറിയാം? എല്ലാ വലികളും ഓരോ ശിവാവാസി, അതല്ല. നോക്കൂ, എന്നിട്ട് പറഞ്ഞ വാക്കെന്താണ്? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കെന്താണ്? യാ അബ്ദുൽ ഖാദിർ ലഖദ് അർളൈതല്ലാഹ വറസൂലഹു. അല്ലാഹുവിന്റെ പ്രവാചകർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിങ്ങളുടെ നല്ല അദബ് കാരണം നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. കടാ, അദബാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇൽമിനേക്കാൾ വലുതാണ് അദബ് എന്ന് പറയുന്നത്. ഇൽമിനേക്കാൾ വലുതാണ് അദബ് എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് അക്കാഡമിക്കലായി പഠിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ മര്യാദ എന്ന് പറയുന്നത് അത് പഠിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നൈസർഗികമായി ഒരാളിൽ അത് രൂപപ്പെടാം, മഹാന്മാരോടുള്ള അടുപ്പം കൊണ്ട് രൂപപ്പെടാം, വീട്ടിൽ നിന്ന് ബോധ്യപ്പെടാം, അധ്യാപകരിൽ നിന്ന് ലഭിക്കാം, അങ്ങനെയൊക്കെ കിട്ടും അദബ് എന്ന് പറയുന്നത്. അതുപോട്ടെ, നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ അദബ് കാരണം അല്ലാഹു റസൂലും നിങ്ങളിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞ വാക്യതാണ്, ബഗ്ദാദിൽ വഖദ് സഇത്തൽ കുർസിയ മുതകല്ലിമാ. നിങ്ങൾ ബഗ്ദാദിലെ പ്രഭാഷണ പീഠത്തിൽ കയറി പ്രസംഗിക്കുന്നത് ഞാൻ കാണുന്നു. എൻ്റെ ഈ കാൽപാദം എല്ലാ ഔലിയാക്കൾക്കും മീതയായിരിക്കുമെന്ന് ജനങ്ങളോട് നിങ്ങൾ പറയുന്നത് ഞാൻ കാണുന്നു. അബ്ദുൽ ഖാദിറേ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. എന്ത്? നിങ്ങൾ ബഗ്ദാദിലെ പ്രസംഗപീഠത്തിൽ കയറി പറയും. എന്തു പറയും? ഖദമീ ഹാദിഹി അലാ റഖബതി കുല്ലി വലിയില്ലാ. എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോടെ വീട്ടിലെ പുള്ളറാതെന്നോവർ. എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോടെ വീട്ടിലെ ഫുള്ളറാതെന്നോവർ. ആ വരിയല്ല ശരിക്ക്, പക്ഷെ ആ വരി അർത്ഥത്തിലുള്ളതാണ്. ആ വരിയല്ല ഈ വാക്കിന്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ, അങ്ങനെ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുകയാണ് ജ്ഞാനസിദ്ധനായ ആരിഫായ ഒരു മനുഷ്യനിൽ നിന്ന്. അല്ലാഹു നമുക്ക് നൽകട്ടെ. പിൽക്കാലത്ത് അങ്ങനെ സംഭവിച്ചു. നോക്കൂ, നമ്മുടെ ഇബ്നു സക്കയെ കുറിച്ച് പറയണം. പിൽക്കാലത്ത് സംഭവിച്ചു. എല്ലാ കാൽപാദം, എൻ്റെ കാൽപാദം എല്ലാ ഔലിയാക്കന്മാർക്കും മീതയാണെന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നുണ്ട്. മുഹ്സിന മഹമ്മൂദ് എന്ന് പറഞ്ഞ ഒരാളുടെ അത് കമന്റ് ഉണ്ട്. എല്ലാ മശായിഖന്മാരുടെ തോളുമ്മൽ ഏകല്ലരുളാലേ എൻ്റെ കാലെന്നോവർ. മുഹ്യിദ്ദീൻമാലയിൽ എത്രയോ വർഷമായി നമ്മൾ ഈ പാട്ട് ചിലപ്പോൾ പാടിയിട്ടുണ്ടാവും, പാടുന്നത് കേൾക്കുന്നുണ്ടാവും. അതിൻ്റെ പിന്നിലെ കഥ ഇതാണ്. എല്ലാ മശായിഖന്മാരുടെ തോളുമ്മൽ ഏകലരുളാലേ എൻ്റെ കാലെന്നോവർ. കണ്ടോ ഹബീബിങ്ങളെ, ഇങ്ങനെ മുഹ്യിദ്ദീൻമാല ഓരോ വരി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ എത്ര പോകും. ആ ഒരൊറ്റ വരിക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ടൈം എടുത്തത്. എന്നിട്ടും ആ വരിയുടെ അർത്ഥം കഴിഞ്ഞിട്ടില്ല. താങ്ക് യു അത് കമന്റ് ചെയ്ത ആൾക്ക്.
ഇത് തന്നെയാണ് നമ്മൾ കുത്തുബിയത്തിൽ അല്ലെങ്കിൽ മൊഹിദ്ദീൻ ഷെയ്ഖ് അവர்களுടെ നൗഷാദ് മണി തിരൂർക്കാട് ഒരുപാട് ചരിത്ര പ്രഭാഷണം കേൾക്കാറുണ്ട്. അതിലൊന്നും കേൾക്കാത്ത പുതിയ അറിവുകൾ. മാഷാ അല്ലാ, ജസാക്ക് അല്ലാ. ദുആ ചെയ്യണേ, ദുആ തന്നാ മതി. ഖദ് ഖുൽത ബിൽ ഇദ്നി മിൻ മൗലാക മുതമിറാ ഖദമി അലാ റഖബാതിൽ ഔലിയാഇ തുറാ فكلهم قد رضوا ولعلها بشرى يا من سمسما عليهم محي الدين قد قلت بالإذن من مولاك مؤتمرا قدمي على رقبات الأولياء ترى فكلهم قد رضوا ولعلها بشرى يا من سمسما عليهم محي الدين. അതാണ് ആ വരി, അതാണ് ആ വരി. അതാണ് ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനിക്ക് മഅരിഫത്തിന്റെ ജ്ഞാനസിദ്ധനായ ഒരു മശായിഖിൽ നിന്ന് ചെറുപ്പകാലത്ത് തന്നെ കിട്ടിയ പൊരുത്തമാണത്. അത് നമ്മൾക്കും നമ്മുടെ മക്കൾക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. അതൊക്കെ വേണം. അക്കാഡമിക്കലായ പഠനം മാത്രമല്ല. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയാറുണ്ട്. മാതാപിതാ ഗുരു ദൈവം. ഇപ്പോൾ അത് മാതാപിതാ ഗൂഗിൾ ദൈവം എന്നായി പോയിട്ടുണ്ട് അല്ലേ? ഗുരു എന്നുള്ളിടത്ത് ഗൂഗിളായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഇബ്നു സക്കയുടെ കാര്യം എന്തായി? ഇബ്നു സക്ക ഒരു സാധാരണ മനുഷ്യനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ശർഈയായ ഇൽമുകൾ അദ്ദേഹം പിന്നീട് പഠിച്ചു. ആ കാലഘട്ടത്തിലെ ധാരാളം പണ്ഡിതന്മാരെ വെല്ലുന്ന രൂപത്തിൽ അത്യുന്നത തലങ്ങളിലെത്തി ഇബ്നു സക്ക. ഉജ്ജ്വലനായ പണ്ഡിതനായി മാറി. ആര്? നേരത്തെ ഷെയ്ഖിനെ കളിയാക്കാൻ വേണ്ടി പോയ ആളുടെ കാര്യം പറഞ്ഞു. നല്ല വാചാലതയും ഗാംഭീര്യതയുമുള്ള ആളായിരുന്നു ഇബ്നു സക്ക. ഏതു വിജ്ഞാന ശാഖകളിലും ഏതു ഫന്നുകളിലും മഹാറത്തുള്ള ആലിമായി മാറി. ഏതു ഫാക്കൽറ്റീസും ഏതു ഫാക്കൽറ്റിയിലും അദ്ദേഹം ഫിറ്റായ ആളായിരുന്നു. സംവാദങ്ങൾ നടത്തി അദ്ദേഹം, മറ്റുള്ളവരോട് സംവാദങ്ങൾ നടത്തി അവരെ പരാജയപ്പെടുത്തി പ്രസിദ്ധി നേടി അദ്ദേഹം. അദ്ദേഹത്തിന്റെ കഴിവുകൾ മനസ്സിലാക്കിയ ഖലീഫ തൻ്റെ കൂടെ കൂട്ടി എന്നു മാത്രമല്ല ഒരിക്കൽ റോം രാജാവിന്റെ അടുക്കലേക്ക് പ്രതിനിധിയായി അയക്കുകയും ചെയ്തു ഇബ്നു സക്കയെ. ഇബ്നു സക്കയുടെ കഴിവുകൾ മനസ്സിലാക്കിയ റോം രാജാവ് തന്റെ ക്രിസ്തീയ ബിഷപ്പുമാരെയും പുരോഹിതരെയും വിളിച്ചുകൂട്ടി ഇബ്നു സക്കയോട് ഒരു ഡിബേറ്റിന് തയ്യാറാകാൻ വേണ്ടി പറഞ്ഞു. ഒരു സംവാദം നടത്താൻ വേണ്ടി തയ്യാറാകാൻ വേണ്ടി പറഞ്ഞു. റോം രാജാവ് അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ ആ കഴിവിൽ സംപ്രീതനായി. അദ്ദേഹം ക്രിസ്ത്യാനിയാണെങ്കിലും. എന്നിട്ട് തൻ്റെ പുരോഹിതന്മാരെയും ബിഷപ്പുമാരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇബ്നു സക്ക എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതനുമായി നിങ്ങൾ ഒരു ഡിബേറ്റ് നടത്തണം എന്ന് പറഞ്ഞു. എന്നാൽ ഇബ്നു സക്കയുടെ പ്രഭാഷണ വൈഭവത്തിന്റെ മുന്നിൽ, വ്യാഖ്യാനത്തിന്റെ മനോഹരിതയ്ക്ക് മുന്നിൽ, ചട്ടുലമായ പദപ്രയോഗങ്ങൾക്ക് മുന്നിൽ, ആശയ ഗംഭീര്യതയ്ക്ക് മുന്നിൽ ക്രിസ്തീയ പാതിരിമാരും ബിഷപ്പുമാരും പരാജയപ്പെട്ടു. ആ പരാജയം റോമിലെ രാജാവിനെ പ്രയാസപ്പെടുത്തി. അങ്ങനെ എങ്ങനെയാണ് ഇബ്നു സക്കയെ പരാജയപ്പെടുത്താൻ കഴിയുക എന്ന് ആലോചിച്ച അദ്ദേഹം തൻ്റെ മകളെ അതിനുവേണ്ടി നിയോഗിച്ചു. ഇബ്നു സക്കയെ പരാജയപ്പെടുത്താനുള്ള കൂടുതൽ മാർഗങ്ങൾ ആലോചിച്ചു. മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ആലോചിച്ച് നോക്കണേ, ക്രിസ്ത്യാനിയാണ് മകൾ. ഒരു ദിവസം ഇബ്നു സക്കയുടെ അരികിലേക്ക് രാജാവിന്റെ മകൾ കാണാൻ വേണ്ടി ചെന്നു. ആ മകള് പറഞ്ഞു, ഇബ്നു സക്ക, നിങ്ങൾ വലിയ പണ്ഡിതനാണ്. എൻ്റെ രാജ്യത്തെ ഞങ്ങളുടെ പണ്ഡിതന്മാരെയൊക്കെ നിങ്ങൾ പരാജയപ്പെടുത്തിയ ആളാണ്. അതുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
റൈറ്റ്. പക്ഷേ ഒരൊറ്റ നിബന്ധനയുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനിയാകണം. കണ്ട, നിങ്ങൾ ക്രിസ്ത്യാനിയാകണം എങ്കിൽ എന്നെ വിവാഹം കഴിക്കാം. ഇത് ഞാൻ വെറുതെ പറയുന്നല്ലേട്ടാ, ചുമ്മാ ഉണ്ടാക്കി പറയല്ലേട്ടാ. ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമായി ഇബ്നു സഖ ക്രിസ്ത്യാനിയിലേക്ക് പോയി. മഅദല്ലാഹ്. ആലോചിച്ച് നോക്കണേ, വിശ്രുതനായ മഹാപണ്ഡിതൻ, ജ്ഞാനത്തിന്റെ അനസ്യൂത പ്രവാഹം പോലെ വിജ്ഞാന നഗരികളെ കിടുകിട വിറപ്പിച്ച മഹാപണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ സതീർത്ഥനായി കുറച്ചു പ്രായം മുതിർന്നവനായ മനുഷ്യൻ, അബ്ദുള്ള എന്നവരുടെ സതീർത്ഥനായി വളർന്ന മനുഷ്യൻ, ബാഗ്ദാദിലെ നിലാമിയ അറബിക് കോളേജിലെ പണ്ഡിതൻ. അദ്ദേഹം ക്രിസ്ത്യാനിയായി ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അന്നത്തെ ആ ഷെയ്ഖ് അവരുടെ വാക്ക് പുലരാൻ പോവുകയാണ്. അങ്ങനെ വിവാഹം കഴിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇബ്നു സഖക്ക് മാരകമായ ഒരു അസുഖം ബാധിച്ചു. യാ അല്ലാഹ്, മാരകമായ രോഗം ബാധിച്ചു. അയാളെ ഭാര്യ ഉപേക്ഷിക്കേണ്ടി വന്നു. കൊട്ടാരത്തിൽ നിന്ന് ഇബ്നു സഖയെ പുറത്താക്കി. ആരും അടുക്കാൻ കഴിയാത്ത ദുർഗന്ധം വമിക്കുന്ന രോഗമാണ് ഇബ്നു സഖക്ക് ഉണ്ടായത്. ഇസ്ലാമിന്റെ സ്വത്വബോധത്തെ തകർത്തു കളഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന, ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകുന്ന സഹോദരിമാരുണ്ട്. കുറച്ചു നേരത്തെ സന്തോഷത്തിന് വേണ്ടി പ്രേമിച്ച ആളെ ലഭിക്കാൻ വേണ്ടി ഹിദായത്തിന്റെ വഴി കളഞ്ഞിട്ട് അവിശ്വാസത്തിന്റെ കുഫ്രിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ധാരാളം സഹോദരിമാർ നമ്മുടെ നാടുകളിൽ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പൊതുവായി പറയാറില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ വിഷയം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു മെൻഷൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. ആരും അടുക്കാത്ത ദുർഗന്ധം വമിക്കുന്ന മഹാരോഗമാണ് ഇബ്നു സഖ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ പണ്ഡിതന് സംഭവിച്ചത്. അങ്ങാടിയിൽ അയാൾ ഉപേക്ഷിക്കപ്പെട്ടു. ഒരു നേരത്തെ വർണ്ണത്തിനു വേണ്ടി, ഭക്ഷണത്തിനു വേണ്ടി യാചിച്ചു. തെരുവിൽ കിടന്ന് പുഴുവിനെ പോലെ ഇബ്നു സഖ യാചിക്കുകയാണ്. ആലോചിക്കണേ, കൊട്ടാര പണ്ഡിതനായി വളർന്ന ആൾ, റോമിന്റെ രാജാവിന്റെ ചീഫ് ഗസ്റ്റായി പോയാൾ, പണ്ഡിതന്മാരെ മത്സരിച്ചു തോൽപ്പിച്ചിരുന്നയാൾ, ഇസ്ലാം വിരുദ്ധ ശക്തികൾക്ക് മുന്നിൽ ഇസ്ലാമിന്റെ ആദർശം പറഞ്ഞ് പരാജയപ്പെടുത്തി സംവാദം നടത്തിയ ആളാണ് ഇബ്നു സഖ. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി അങ്ങാടിയിൽ കിടന്ന് യാചിക്കുകയാണ്. ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ യാചിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ചോദിക്കുകയാണ്, മാഹാദാ, എന്താണിത് ഇബ്നു സഖ? എന്താണ് ഇബ്നു സഖ നിങ്ങൾക്ക് പറ്റിപ്പോയത്? അപ്പൊ ഇബ്നു സഖ മറുപടി പറയുകയാണ്, ഫിത്നത്തുൽ ഹല്ലതു ബി സബബുഹാ മാ തറാ. നിങ്ങൾക്കറിയാലോ എനിക്കെന്താണ് പറ്റിയത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഹൽ തഹ്ഫദു ശൈഅം മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്കറിയുമോ ഇബ്നു സഖ? വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ ആഴങ്ങൾ അറിഞ്ഞ് പ്രഭാഷണം നടത്തിയ പണ്ഡിതൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഓതാൻ കഴിയുന്നുണ്ടോ ഇബ്നു സഖ? ഹബീബിങ്ങളെ 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 112 ദിവസമായി ഒന്നിച്ച് യാത്ര ചെയ്യുന്ന എൻ്റെ ഹൃദയഭാജനങ്ങളെ, വിശ്രുതനായ പണ്ഡിതൻ പറയുകയാണ്, ലാ അദ്രീ ലാ അദ്രീ. അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരായത്ത് പോലും ഓതാൻ കഴിയുന്നില്ല. ഒന്നാലോചിക്കൂ ഇബ്നു സഖ, ഖുർആൻ മുഴുവൻ പഠിച്ച മനുഷ്യൻ. അപ്പൊ പറഞ്ഞു, ഒരായത്ത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്.
എഴുതി വെച്ചോളൂ. ഒരായത്ത് എനിക്കിപ്പോ ഓർമ്മ വരുന്നുണ്ട്. ഏതാണ് ആയത്ത്? സൂറത്തുൽ ഫജ്റിലെ ആയത്താണ്. റുബ്ബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. ഈ ആയത്താണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന് കാഫിരീങ്ങൾ ആഗ്രഹിക്കുന്നതാ. ഈ ആയത്താണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് ഇബ്നു സഖാ മറുപടി പറയുകയാണ്. ഹബീബിങ്ങളെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? വൈഹക യബ്ന സഖാ, നാശമാണ് ഇബ്നു സഖാ നിങ്ങൾക്ക്. തസ്അലുനി മസ്അലതൻ ലാ അദ്രി ലഹാ ജവാബൻ, എനിക്കറിയാത്ത ഒരു കാര്യം ചോദിക്കാൻ വന്നയാളല്ലേ നിങ്ങൾ? അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചോദ്യം ചോദിച്ചു പരീക്ഷിക്കാൻ വന്ന ആളല്ലേ നിങ്ങൾ? കഥാവ ജവാബു ആ കഥ, നിങ്ങളുടെ ചോദ്യം ഇതാണ്, ഉത്തരം ഇതാണ്. പക്ഷേ ഇന്നീല അറാ നാറുൽ കുഫ്രി തൽതഹിബു ഫീക്, നിങ്ങളുടെ മുഖത്ത് ഞാൻ കുഫ്രിയത്തിന്റെ അഗ്നി ജ്വലിക്കുന്നത് കാണുന്നു. ഇബ്നു സഖാ, വൈഹക ഇബ്നു സഖാ, നാശമെന്ന് പറഞ്ഞത് ഗൗസാണ്. മനസ്സിലാകുന്നുണ്ടോ ഹബീബിങ്ങളെ? ഒരു മഹാനായ മനുഷ്യന്റെ അദബ് പാലിക്കാതെ പോയി സംഭവിച്ചു പോയ കാര്യമാണ് ഇത്. എക്കാലത്തെയും വരുന്ന മുഅ്മിനീങ്ങൾക്ക് പാഠമാണ്. 1 മണിക്കൂറായോ ഹബീബിങ്ങളെ? 1 മണിക്കൂറായോ? ഇപ്പൊ കേൾക്കുന്നവരൊക്കെ എല്ലാവർക്കും ഒന്നുകൂടി ഷെയർ ചെയ്യോട്ടോ. ഒരു 10 ബി ഹക്കി മുഹമ്മദും 10 ആയിക്കോട്ടെ, എല്ലാവരും കേൾക്കട്ടെ. 1 മണിക്കൂറായി അപ്പം പറയണം കേട്ടോ, എനിക്ക് കഴിയില്ല. ഇത് കാലത്തിന്റെ ഒരു കാവ്യനീതിയാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കെ നേരത്തെ പറഞ്ഞ ആൾ ഇബ്നു സഖയെ ഒന്ന് കാണാൻ വേണ്ടി പോയി. ആര്? അയാളിങ്ങനെ മരിക്കാൻ കിടക്കുന്ന ഏറ്റവും അവസാനമായ ഒരു സമയത്താണ് കാണാൻ ചെന്നത്. അദ്ദേഹത്തെ ഖിബിലയിലേക്ക് തിരിച്ചു കടത്താൻ ശ്രമിച്ചെങ്കിലും മരിക്കുന്നത് വരെ അയാളുടെ മുഖം ഖിബിലയിലേക്ക് തിരിഞ്ഞില്ല. ഇബ്നു സഖ ഖിബിലയിലേക്ക് തിരിഞ്ഞില്ല. ഇടക്കിടക്ക് ഇബ്നു സഖ വർഷങ്ങൾക്ക് മുമ്പ് ഗൗസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു മഹാൻ പറഞ്ഞ വാക്കുകൾ അനുസ്മരിക്കുമായിരുന്നു. അങ്ങാടിത്തെരുവിൽ കിടന്നിരുന്ന ഇബ്നു സഖ അനുസ്മരിക്കുമായിരുന്നു. ഇനി രണ്ടാമത്തെ ആളുടെ കാര്യം എന്താന്ന് പറയാം. അബ്ദുള്ള എന്ന് പറഞ്ഞ ആളുടെ കാര്യം. അദ്ദേഹം പിന്നെ അറിയാത്ത ചോദിച്ച് പരീക്ഷിക്കാൻ എന്നതല്ല, എന്താണ് മറുപടി പറയാന്ന് അറിയാൻ വേണ്ടി ചെന്ന ആളാണ്. അദ്ദേഹത്തോട് എന്താണ് അദ്ദേഹത്തെ പറഞ്ഞത്? അദ്ദേഹത്തെ ശപിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, നിങ്ങളുടെ ചെവിക്കുനി വരെ സമ്പത്ത് കുനിഞ്ഞു കൂടുന്നത് ഞാൻ കാണുന്നു. അത് നല്ല കാര്യമായിട്ടല്ല പറഞ്ഞത്. അബ്ദുള്ള റളിയല്ലാഹു പറയാണ്, ബഗ്ദാദിലെ പഠനശേഷം ഞാൻ ഡാമസ്കസിലേക്ക് പോയി. അവിടുത്തെ സുൽത്താൻ സ്വാലിഹ് നൂറുദ്ദീൻ ഷഹീദ് എന്നെ വിളിച്ചു. ഔഖാഫിന്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചു. ഔഖാഫ് മന്ത്രാലയത്തിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചു. അത് ഏറ്റെടുത്തതോടെ കൂടിയിട്ട് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ എൻ്റെ ദുനിയാവ് ധാരാളമായി ഒരുമിച്ച് കൂടാൻ തുടങ്ങി. എനിക്ക് സമ്പത്ത് കുനിഞ്ഞുകൂടാൻ തുടങ്ങി. ഫതാവൽ ഹദീസിയ 1-ാം വാള്യം 225-ാം പേജ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് ആ വാചകത്തിന്റെ ആ വരിയുടെ വ്യാഖ്യാനപ്പാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു സംഭവം കൂടി പറയാം. ഇപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ പരീക്ഷിക്കാൻ വേണ്ടി ഇബ്ലീസ് ചെന്ന് ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്ലീസ് എന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മേഘക്കൂട് വന്നു. ഒരു മേഘം ഇങ്ങനെ ഒരുമിച്ച് കൂടി. ഫൈദം ഫിഹി അസ്സൂറ, അതിലൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ആകാശത്ത് മേഘം ഉരുണ്ടുകൂടി അതിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിർ, അന റബ്ബുക്, ഞാൻ നിന്റെ അല്ലാഹുവാണ്. ഹബീബിങ്ങളെ, ഈ ഭാഗം
കുറച്ചുകൂടി സൂക്ഷ്മതയോടെയും ഗൗരവത്തോടെയും നമ്മൾ കേൾക്കണം. ഓക്കെ, ഒരു മേഘം പ്രത്യക്ഷപ്പെട്ടു, അതിൽ നിന്ന് ഒരു വിളി, യാ അബ്ദുൽ ഖാദർ അന റബ്ബുക്, ഞാൻ നിന്റെ അല്ലാഹുവാണ്. വഖദ് ഹലൽതു ലക്കൽ മുഹറമാത്, ഹറാമെല്ലാം ഞാൻ നിനക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന്. യാത്രാ സംഘമേ ഹബീബിങ്ങളെ, ഈ ശബ്ദം കേട്ടത് ഞാനോ നിങ്ങളോ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ഞാനോ നിങ്ങളോ ആണെങ്കിൽ എന്തായി ഒന്ന് കമന്റ് ചെയ്യൂ, നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ നോക്കാലോ. ഞാനോ നിങ്ങളോ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ഞാൻ അല്ലാഹുവാണ് ബഷീറെ, ഇന്നി അഹലൽതു ലക്കൽ മുഹറമാത്, ഹറാമൊക്കെ ഞാൻ നിനക്ക് ഹലാലാക്കി തരുന്നു എന്ന് പറഞ്ഞാൽ എന്തുട്ടായിരിക്കും നമ്മുടെ പ്രതികരണം? ഒന്ന് കമന്റ് ചെയ്യൂ. 315 ആളുണ്ട്, ഒരൊറ്റ ആൾ മിണ്ടുന്നില്ല. ഇബ്ലീസവരെ ചതിപ്പാനായി ചെന്നാരേ, ഇബ്ലീസെ ചാച്ചി കിടത്തി ആയച്ചോവർ. അതിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. സന്തോഷമാകുന്നു ചില ആൾ കമന്റ് ചെയ്യുന്നുണ്ട്, മാഷാ അല്ലാഹ് ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി ചിന്തിക്കുന്ന ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. പേടിച്ച് ഉറക്കുന്നു. എന്തിനാണ് പേടിക്കുന്നത്? ഞങ്ങൾക്ക് ഹലാലൊക്കെ ഹറാമാക്കി പറഞ്ഞാൽ പേടിക്കല്ലേ? വെരി വെരി ഹാപ്പി ആയിരിക്കില്ലേ നമുക്ക്? പിന്നെ കള്ളു കുടിക്കാം, സിനിമക്ക് പോകാം, അല്ലേ? നമുക്ക് ഭയങ്കര സന്തോഷം തോന്നില്ലേ? ഈ ഹബീബികളെ, ഇന്ന് ഇവിടെ ചില ഔലിയാക്കന്മാരാണ് എന്ന് പറയുന്ന ചില ആളുകൾ ഇതേ വാദക്കാരാണ്. എല്ലാവരെ കുറിച്ചും അല്ല പറയുന്നത്, ഇതേ വാദക്കാരാണ്. എനിക്ക് നിസ്കരിക്കേണ്ട കാര്യമില്ല, ഞാൻ മക്കത്ത് പോയി നിസ്കരിക്കും എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. പരസ്യമായി പരിശുദ്ധ റമദാനിൽ കടയിലിരുന്ന് ചായയും ബീഡിയും വലിച്ചിട്ട് ഇത് എനിക്ക് ഹലാലാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ ഇഷ്ടക്കേട് തോന്നും. എന്നാലും ബഷീർ ബേസി കുഴപ്പമില്ല, അതുകൊണ്ട് പറയാം, നമ്മുടെ ആ ഹബീബിങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലേ? നിങ്ങൾ അങ്ങനെ ഉള്ളവരെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. ചായയൊക്കെ വാങ്ങിക്കൊടുക്കും ചില ആൾക്കാർക്ക്. എന്താ കാരണം? ഷെയ്ഖല്ലേ. ഹബീബിങ്ങൾ, ഇവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. മസ്താന്മാർ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ട്. നമ്മളത് നമ്മുടെ യാത്രയിൽ 70-80 ഒക്കെ ആയപ്പോൾ സൂഫീസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പറയുന്നുണ്ട്. മസ്താന്മാർ എന്ന് പറയുന്ന ഒരാളുണ്ട്. എന്ന് പറഞ്ഞാൽ ആനന്ദപുളകിതനാകും എന്ന് അബ്ദുറഹീം, റൈറ്റ്, തുള്ളിച്ചാടും. അത് തന്നെ, അതാണ് സത്യമായ വാക്കുകൾ. നമുക്ക് ഹലാലൊക്കെ ഹറാമാക്കി കിട്ടുക കാരണം ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? ഈ മസ്താന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് തക്ലീഫില്ല, എന്ന് പറഞ്ഞാൽ കാര്യകാര്യ ബോധമില്ലാത്ത ആളുകളാണ്. ഇവിടെ മസ്താന്മാരാന്ന് പറഞ്ഞ് നടക്കുന്ന ചില ടീംസ് ഉണ്ടല്ലോ, അവർക്ക് കല്യാണത്തിന്റെ ഡേറ്റിന് പ്രശ്നമില്ല, യോഗം ഉദ്ഘാടനം ചെയ്യാൻ പ്രശ്നമില്ല, അധ്യക്ഷത വഹിക്കാൻ കുഴപ്പമില്ല, ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് മസ്തില്ല. റമദാനായാൽ ചായ കുടിക്കാനാണ് മസ്ത്, ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ അവർക്ക് മസ്ത്, ജുമാ ദിവസം അവർ പരസ്യമായി അങ്ങാടിയിൽ നിങ്ങളുടെ വീഡിയോ വലിക്കുന്നത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, നിസ്കരിക്കാൻ പോകാതെ. എന്നിട്ട് അവർ പറയും മസ്താനാണ് എന്ന്. എന്ത് മസ്താനാണ് ഹബീബിങ്ങളെ? അതെന്തൊട്ട് മസ്താണ്? മസ്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പ്രണയിച്ചുകൊണ്ട് ഈ സ്ഥലകാല ബോധമില്ലാത്ത പോകുന്നൊരവസ്ഥ വരും, അല്ലേ? കടലും തിരയും ഇല്ലല്ലാ എന്ന് പറഞ്ഞൊരവസ്ഥ വരണം. ഇതെല്ലാ കാര്യത്തിനും ബോധമുണ്ട്, എന്നിട്ട് നിസ്കരിക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ ബോധമില്ലായി. അതെങ്ങനെ ശരിയാകുക? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, യാ അബ്ദുൽ ഖാദർ അന റബ്ബുക്, ഞാൻ നിന്റെ രക്ഷിതാവാണ്. വഖദ് അഹലൽതു ലക്കൽ മുഹറമാത്, ഞാൻ നിനക്ക് ഹറാമുകളെ ഹലാലാക്കി തന്നിരിക്കുകയാണ്. അപ്പൊ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താന്ന് പറയുന്നത്? ശപിക്കപ്പെട്ടവനെ,
ദൂരത്തേക്ക് പോടാം, ദൂരെ പോ. അതോടെ ആ പ്രകാശം ഇരുട്ടാവുകയും ആ രൂപം പുകയായി മാറുകയും ചെയ്തു എന്നാണ്. ഇത് ശൈഖ് ജീലാനി തങ്ങൾ തന്നെ പറയണം. ആ രൂപം ആ മേഘം ഇരുട്ടായി മാറി ആ രൂപം പുകയായി അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു പോയി. ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പറയാണ് നജൗത മിന്നി ബിഇൽമിക് വബിഹുക്മി റബ്ബിക് وفقهك في أحوال منازلاتك ولقد أضللت بمثل هذه الواقعة 70 من أهل الطريق. അബ്ദുൽ ഖാദർ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലായത്? സ്റ്റക്കായിട്ടുണ്ട് ഹബീബിങ്ങളെ. ഓക്കെ ആയോ? ഓക്കെ, ഒന്ന് പറയട്ടോ. ഓക്കെ, ആരുടെയും കമന്റ് കാണുന്നില്ലല്ലോ. ഓക്കെയോ? ഓക്കെ, താങ്ക് യു. നമ്മൾ പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് സമയത്തിൻ്റെ കുഴപ്പമുണ്ട്. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിവിടെ സ്റ്റക്കായിട്ട് പറഞ്ഞു പോയിട്ട് കാര്യമല്ലോ. അപ്പം എന്താ പറഞ്ഞത്? നിങ്ങളുടെ ജ്ഞാനം കൊണ്ടും നിങ്ങളുടെ വൈജ്ഞാനികമായ കഴിവ് കൊണ്ടും നിങ്ങൾ രക്ഷപ്പെട്ടു, അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ടും നിങ്ങളുടെ സ്ഥാനത്തിൻ്റെ മഹാത്മ്യം കൊണ്ടും നിങ്ങൾ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അബ്ദുൽ ഖാദർ وقد أضللت بمثل هذه الواقعة 70 من أهل الطريق. ഈ വഴിയിലുള്ള 70ഓളം ആളുകളെ ഞാനിങ്ങനെ വഴിപിഴപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുട്ടാണ് അതിന്റെ അർത്ഥം? ആ 70 ആളുകൾ ഇബ്ലീസ് ഞാൻ അല്ലാഹുവാണ്, നിങ്ങൾക്ക് ഹറാമുകളെ ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞപ്പോൾ വാവ് അമേസിങ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിക്ക് അത് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ ജ്ഞാനവും അള്ളാഹുവിലുള്ള ദൃഢമായ ബോധവും അവരുടെ അത്യുന്നതമായ സ്ഥാനത്തിന്റെ അംഗീകാരവും ആണ് അത്. ചിലർ ചോദിച്ചു, കൈഫ അലിംത അന്നഹു ശൈത്താൻ, അത് ശൈത്താനാണ് എന്ന് അങ്ങക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? രൂപം വരുമ്പോഴേക്കും നമ്മളാണെങ്കിൽ മൈക്കെട്ടി പ്രസംഗിക്കും. ഇന്നലെ ഒരു അശരീരി കേട്ടു ആകാശ ലോകത്ത് നിന്ന്, അത് ഹിദർ നബി ആയിരുന്നു, അത് ജിബ്രീലായിരുന്നു, എനിക്ക് ഹലാലൊക്കെ ഹറാമാക്കി തന്നിട്ടുണ്ട് എന്ന് ചിലപ്പോൾ പ്രസംഗിക്കും നമ്മൾ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനിയോട് ചോദിച്ചു, കൈഫ അലിംത അന്നഹു ശൈത്താൻ, അത് ശൈത്താനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? അപ്പൊ പറഞ്ഞു, എനിക്ക് വഖദ് അഹ്ലൽതു ലക്കൽ മുഹറമാത്ത് എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി, ഹറാമുകളെ ഹലാലാക്കി തന്നു എന്ന ഒരൊറ്റ വാക്ക് കൊണ്ട് തന്നെ എനിക്ക് ബോധ്യമായി അത് ഇബ്ലീസാണെന്ന്. കാരണം ഹറാമുകളെ ഹലാലാക്കാൻ ഇവിടെ ഒരാൾക്കും അധികാരമില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അതാണ് നമ്മുടെ മാലി പാടുന്ന ഇബ്ലീസവരച്ച ദിപ്പാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചിക്ക് ഡത്തി ആയച്ചോവർ. ഇബ്ലീസ് അവരെ ചതിക്കാൻ വേണ്ടി ചെന്നു. ഇബ്ലീസിനെ ചാച്ച് കിടത്തിയവർ പറഞ്ഞു വിട്ടു എന്ന് പറയുന്നത് ഇതാണ് ഹബീബിങ്ങളെ. 1 മണിക്കൂർ കഴിഞ്ഞു അല്ലേ? ഹബീബിങ്ങളെ ബി ഹക്കി മുഹമ്മദീൻ കേട്ടാ. ഇൻഷാ അല്ലാഹ്. അപ്പോ 2 വരിയാണ് നമ്മളിന്ന് 1 മണിക്കൂർ പറഞ്ഞു തീർത്തത്. ഒരു കാര്യം കൂടി പറയാം. ഒരിക്കൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തന്റെ പ്രസംഗ പീഠത്തിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു,
ഹിജറ 521 ശവ്വാൽ 16 ചൊവ്വാഴ്ച ളുഹറിന് മുമ്പ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടു, അല്ലെങ്കിൽ നേരിട്ട് കണ്ടു. ജീവിതകാലത്തല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോനെ നീ എന്താണിപ്പോൾ പ്രസംഗിക്കാത്തത്, എന്താണിപ്പോൾ പ്രസംഗിക്കാത്തത് എന്ന് ചോദിച്ചു. ലിമലാ തതകല്ലം, എന്താണങ്ങ് പ്രസംഗിക്കാത്തത് മകനെ? അപ്പൊ അബ്ദുൽ ഖാദർ ജീലാനി മറുപടി പറഞ്ഞു, യാ അബത്താ, എന്റെ ഉപ്പ, വല്യപ്പയാണല്ലോ, അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമ അബം വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ, സയ്യിദവർ തായും ബാവയുമാണോവർ വാനമതേലിലും കേളി മികന്തോവർ. അതാണ് വാപ്പാന്ന് വിളിക്കുന്നത് കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. യാ അബത്താ അന റജുലുൻ അഅജമിയുൻ, ഞാനൊരു അഅജമിയായ മനുഷ്യനല്ലേ, ഞാൻ അറബിയല്ലല്ലോ. കൈഫ അതകല്ലമു അലാ ഫുസഹാഇ ബഗ്ദാദ്, ഞാൻ എങ്ങനെയാണ് ബാഗ്ദാദിലെ സാഹിത്യകാരന്മാരുടെ അരികിൽ പ്രഭാഷണം നടത്തുക എന്നാണ് ചോദ്യം. ഞാൻ എങ്ങനെയാണ് ബാഗ്ദാദിലെ പ്രഭാഷകന്മാരുടെ സാഹിത്യകാരന്മാരുടെ അരികിൽ? മുജി ആദ്യമായാണ് കേൾക്കുന്നത്, ലയിച്ചു പോയി. താങ്ക് യു, ജസാക്കല്ലാ. എങ്ങനെയാണ് ഞാനിവിടെ പ്രസംഗിക്കുക? അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയാണ്, ഇഫ്തഹ് ഫാക്, ഇഫ്തഹ് ഫാക്, വായ തുറക്കൂ മോനെ, വായ തുറക്കൂ മോനെ. എന്നിട്ട് പറഞ്ഞു, തകല്ലം അലന്നാസ് വദഉ ഇലാ സബീലി റബ്ബിക് ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് തന്റെ ഉമിനീര് വെച്ചു കൊടുത്തു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, റസൂലിനെ ചെയ്യാൻ പറ്റുമോ? ആരോ ശക്തമായി റിപ്പോർട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയില്ലേ, ഈ ടൈറ്റിൽ കണ്ടാൽ തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. വരിയായിട്ട് നമ്മുടെ ചില സഹോദരങ്ങൾ വന്നിട്ട് നല്ല കമൻ്റ് ഇടുന്നുണ്ട്. ഇന്ന് 6 തവണയാണ് ഇതുവരെ സ്റ്റക്കാകുന്നത്. ആ കമൻറ്റ് കാണുമ്പോഴും ഈ ക്യാപ്ഷൻ വന്നപ്പോഴും എനിക്കറിയായിരുന്നു. അപ്പോൾ ഹബീബിങ്ങളെ, അങ്ങനെ ഉമിനീര് അങ്ങനെ വർക്കത്തുള്ളതാണോ? സഹീഹ് ബുഖാരിയിലുണ്ട്, സഹീഹ് ബുഖാരി. നിങ്ങൾ ഈ ലൈവിൻ്റെ ഏത് ലക്കമാണെന്ന് എനിക്കറിയില്ല. ഹുദൈബിയ കണ്ണീർ കടലായപ്പോൾ എന്ന് പറയുന്ന ഒരു എപ്പിസോഡുണ്ട്. അതൊന്ന് കേട്ടാൽ മതി. ഇപ്പൊ കേൾക്കുന്നവരോടല്ല, പിന്നീട് എപ്പോഴും കേൾക്കുന്നവർ സംശയിക്കണ്ട. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീര് തുപ്പുമ്പോൾ സ്വഹാബത്ത് 2 കൈയും നീട്ടി സ്വീകരിച്ചു, അത് മുഖത്ത് പുരട്ടിയെന്ന് സ്വഹീഹ് ബുഖാരിയിൽ ഉണ്ട്. ഡിങ്കൻ കഥയല്ല ഞാൻ പറയുന്നത്, 1001 രാവുകളിലെ അറബിക് കഥയല്ല പറയുന്നത്, ബാലമംഗളത്തിലെയും പൂമ്പാറ്റയിലെയും കഥയല്ല. സഹീഹ് ബുഖാരിയിലുണ്ട് ഹദീസ്. ആ ഹദീസ് ഏതാണ് കേൾക്കണമെങ്കിൽ ഇത് പറഞ്ഞത് പിന്നെയും പറയാൻ പറ്റില്ലല്ലോ. ഹുദൈബിയ കണ്ണീർ കടലാകുമ്പോൾ എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് കുറെ മുമ്പുണ്ട്. അതൊന്ന് കേട്ടു നോക്കിയാൽ മതി. സ്വഹാബത്തെ, ഈ കാലത്ത് ജീവിക്കുന്ന ബഷീർ ഫൈസിയോ നിങ്ങളോ അല്ല, തൗഹീദ് എന്താണെന്ന് പഠിച്ച, ശിർക്ക് എന്താണെന്ന് പഠിച്ച, ആദരവും ആരാധനയും എന്താണെന്ന് പഠിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഹബീബിന്റെ ഉമിനീരെടുത്ത് പുരട്ടി എന്ന് സ്വഹീഹ് ഹദീസ്.
അപ്പൊ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ വായ തുപ്പിയ അവർ ഷെയ്ഖ് ജീലാനി കുറെ കാലത്തിന് ശേഷം ജീവിച്ചയാളല്ലേ, അത് റസൂലിന്റെ മുമ്പ് വഫാത്തായത്, അതാണോ സംശയം? അതിന് വേറെ ഉത്തരവുണ്ട്. പക്ഷെ സംശയം ചോദിച്ചാലേ മറുപടി പറയേണ്ടുള്ളൂ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മോനെ നീ 7 തവണ എന്റെ വായിൽ തുപ്പി എന്നാണ്. 7 തവണ എന്റെ വായിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പി. ഇനി ജനങ്ങളോട് സംസാരിക്കൂ അബ്ദുൽ ഖാദിറേ, ഇനി ജനങ്ങളോട് സംസാരിക്കൂ അബ്ദുൽ ഖാദിറമേ. തതകല്ലം അലന്നാസ്, ജനങ്ങളോട് സംസാരിക്കൂ അബ്ദുൽ ഖാദിർ. വദു ഇലാ സബീലി റബ്ബിക്, അല്ലാഹുവിന്റെ ദീനിന്റെ ഹിദായത്തിന്റെ വഴിയിലേക്ക് നീ സംസാരിക്ക്. ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനാ, തഖ്വയോടെ, ഹിക്മത്തോടെ, തന്ത്രത്തോടെ, നന്മയോടെ സംസാരിക്ക്. ബദം വിളങ്കിപ്പാറാവാൻ മടിച്ചാരേ, ബദാംബ റാവറുവായി തുപ്പി കൊടുത്തോവ. ആ വരി നിങ്ങൾ മുഹദ്ദിമാലയിൽ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പോഴല്ലേ അതിന്റെ പിന്നിലെ രഹസ്യം മനസ്സിലാകുന്നത്. ബദം വിളങ്കിപ്പാറയാൻ മടിച്ചാരേ, അതായത് വേദം, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗം പറഞ്ഞു കൊടുക്കാൻ പറവാൻ മടിച്ചാരേ, പറയാൻ മടിച്ചു നിന്നപ്പോ ബേദാംബർ എന്ന് പറഞ്ഞാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വായിൽ തുപ്പി കൊടുത്താരേ, തുപ്പിക്കൊടുത്തു. മനസ്സിലായോ? ഇങ്ങനെയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി മഹാപ്രഭാഷകനായി മാറിയത്. 40 ാണ്ടോളം വഅ്ള് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. ഹബീബിങ്ങളെ മുഹദ്ദിമാല അനശ്വരമായ കാവ്യശില്പമാണ് കേട്ടോ. വരികളുടെ വാക്കുകളിൽ നിന്ന് അർത്ഥമറിയാതെ ശിർക്കാരോപിച്ചു പോകരുത് കേട്ടോ. ബഷീർ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി മുഹദ്ദിമാലയുടെ ഓരോ വരിയും ഖുർആനുമായി മുൻനിർത്തിയിട്ടാണ്, ഹദീസുമായി മുൻനിർത്തിയിട്ടാണ്, ചരിത്രവുമായി മുൻനിർത്തിയിട്ടാണ് മാലയെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതെങ്കിൽ അതെന്റെ കഴിവല്ല, അത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മദ്ഹ് എഴുതിയ ഗുനിയത്തിൽ നിന്ന് രേഖപ്പെടുത്തിയ, ബഹ്ജയിൽ നിന്ന് രേഖപ്പെടുത്തിയ ഖാലി മുഹമ്മദ് എന്ന് പേരുള്ളോവർ കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ. അവരുടെ മഹത്വമാണ്. 40 ാണ്ടോളം വഅ്ള് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. നാവാൽ മോളിയൊന്ന ഇൽമ് കുറിപ്പാനായി 400 ഹുക്കാമേ അവർ ചുറ്റുമുള്ളോവർ. നോക്കൂ നിങ്ങൾ, നാവാൽ മോളിയൊന്ന ഇൽമ് കുറിപ്പാനായി 400 ഹുക്കാമേ അവർ ചുറ്റുമുള്ളോവർ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നാവ് കൊണ്ട് പറയുന്ന വിജ്ഞാന ശകലങ്ങളെ രേഖപ്പെടുത്താൻ 400 ഹുക്കാമൈ, 400 മഷിക്കുപ്പികൾ അവർ ചുറ്റുമുള്ളോവർ. ഹുക്കാമൈ കണ്ട, മുഹദ്ദിമാലയിൽ അറബിയുണ്ട്, മുഹദ്ദിമാലയിൽ മറ്റു ഭാഷകളുണ്ട്, തമിഴുണ്ട്, ഫാരിസി ഉണ്ട്, ഉറുദു ഉണ്ട്. ഓക്കെ, ഹുക്കാമൈ 400 മഷിക്കുപ്പി. അവരുടെ മജ്ലിസിൽ തുകിലുറങ്ങുന്നോ, തുകിലിറങ്ങുന്നോവർ. അവരുടെ വഅ്ളാലെ
പലരും ചാകുന്നോർ. ശൈഖ് ജീലാനിയുടെ മജ്‌ലിസിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. നൂറാനിയത്തിന്റെ നാവിൻ തുമ്പിലെ പരിശുദ്ധ പ്രവാചകന്റെ നൂറാനിയത്തിന്റെ ഉമിനീരാണ് സുലൂക്കിന്റെ രാജകുമാരനായ ഖദമി അലാ റഖബാത്ത് എന്ന് ഫഖറില്ലാതെ വിളിച്ചു പറഞ്ഞ എല്ലാ നബി, എല്ലാ വാലികളും ഓരോ നബി വാശി, ഞാൻ എൻ്റെ സീബാവ കാൽവാശി എന്നോ ഖദമി അല ബദരിൽ കമാലി. ഇത് റസൂലുള്ളാന്റെ നൂറാനിയത്തിന്റെ ഉമിനീര് കിട്ടിയ ആൺകുട്ടിയാണ്. 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിനായ ആളുകൾ, 80,000 കുതിരകളെ കെട്ടുന്ന വേരുകൾ ഉണ്ടായിരുന്നു, തൂണുകൾ ഉണ്ടായിരുന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ പ്രഭാഷണം കേൾക്കാൻ 75,000 വാട്സ് മൈക്കയുടെ ശബ്ദമില്ലാതെ എങ്ങനെയാണ് ആ ശബ്ദം 80,000 ആളുകൾ കേൾക്കുക? പ്രിയപ്പെട്ടവരെ, നാവാൽ മോളിയുള്ള ഇൽമ കുറിപ്പാനായി 400 ഹുക്കാമൈ അവർ ചുറ്റുമുള്ളോവർ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം പറയാം. 3 പേര് എന്ന് പറഞ്ഞോളൂ. അതാണ് അബ്ദുൽ ഖാദർ ജീലാനി. ഈ മാലയെ അതിൻ്റെ മനോഹരമായ സാഹിത്യത്തോടെ, കൃത്യമായ അറിവിൽ നിന്ന്, സോഴ്സിൽ നിന്ന് മാല പഠിച്ചാൽ ഇനി മുഹിയുദ്ദീൻ മാലയെ കളിയാക്കില്ല ഒരാൾ വന്നിട്ട്, അല്ലേ? ഒരു കാലിന്മേൽ നിന്നൊരു ഖത്തം എങ്ങനെ തീർക്കുന്നു എന്ന് ചോദിക്കാൻ വരില്ല. ആ വരിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹുവിന്റെ മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ 10 ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ കബൂലിയത്ത് നമുക്ക് ലഭിക്കുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് കുറേ ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ ദിവസം മഹാനരുടെ മധു പറഞ്ഞ ദിവസമാണ്. തീർച്ചയായും ഹബീബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കബൂലിയത്ത് കിട്ടും. അത് ഭയങ്കര സംഭവമാണ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു കേട്ടോ. മഹാനെ സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് കിട്ടിയെന്ന് ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ള ഇഷ്ക് മദീന. മാഷാ അല്ലാഹ്, നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യട്ടോ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിനെ സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് കിട്ടിയെന്ന് നമ്മുടെ ഒരു ഇഷ്ക് മദീന എന്ന് പറഞ്ഞ സഹോദരൻ അവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. പച്ചയിൽ നീ
ഹബീബിങ്ങളെ നമുക്ക് ദുആ ചെയ്ത് പിരിയട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനായ അൽ മാലിക്കുൽ മുലൂക്കായ ഗഫൂറുർ റഹീമായ തമ്പുരാനെ, പടച്ചവനെ, ഞങ്ങളിന്ന് പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണമേ തമ്പുരാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. എന്തെങ്കിലും പ്രത്യേകമായ ദുആ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ചിലത് അള്ളാഹുവേ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, ഉസ്താദുമാർ, നീ അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകണമേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ ഫിർദൗസിൽ ഒരു ഇടം നീ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനേ. അള്ളാഹുവേ, മരണം കാമിലായി ഈമാനുള്ള മരണമാക്കണേ അല്ലാ. ജീവിതമാണ് ഖൈറെങ്കിൽ ആ ദീർഘായുസ് നൽകണേ അല്ലാ. മരണമാണ് ഖൈറെങ്കിൽ ഒരു നിമിഷം നീ ഞങ്ങളെ ബാക്കി വെക്കാതെ ഈമാനോടുകൂടെയുള്ള മരണം നൽകണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണമേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ഗൾഫിലെ ഏതോ കടയിൽ ഒരു സഹോദരൻ ഒരു ചായക്ക് ഓർഡർ ചെയ്തിട്ട് ചായ വാങ്ങിയിട്ട് കസേരയിൽ വന്നിരുന്ന് ഒരു തവണ കുടിച്ച്, രണ്ടാമത്തെ തവണ കുടിച്ച്, മൂന്നാമത്തെ തവണ കുടിക്കുമ്പോഴേക്കും മറിഞ്ഞു വീണ് മരിച്ച ചിത്രം നിങ്ങൾ കണ്ടില്ലേ ഹബീബിങ്ങളെ? ഒരു വാക്കും ഒരാളോടും പറയാൻ കഴിയാതെ, നമ്മുടെയൊക്കെ തലയിലുള്ള ബാധ്യതകൾ തീർക്കാനാവാതെ, ഷഹീദ് പോലും സ്വർഗത്ത് കടക്കില്ല, കടക്കാരായി മരിച്ചാലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അങ്ങനെ കടക്കാരായിട്ടൊക്കെ മരിച്ചു പോയിട്ട് എന്തിനാണ് ഹബീബിങ്ങളെ നരകം? അതുകൊണ്ട് എപ്പോഴും 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 ദുആ ചെയ്യണേ, കാമിലായ മരണം നൽകണേ അല്ലാ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ്. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയാണ്. നമ്മൾ അവിടെ എത്തുമ്പോൾ പറയാം, പടച്ചോനെ, നീ മിസ്ർ എന്ന സമ്പന്ന രാജ്യം എനിക്ക് നൽകി, നീ സ്വപ്ന വ്യാഖ്യാനം കഴിവുള്ള എനിക്ക് നൽകി. ആകാശഭൂമികളുടെ അധികാരസ്ഥനെ, തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. വൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തത് പ്രവാചകനായ യൂസുഫ് നബിയാണെങ്കിൽ, പ്രവാചകൻ പോയി സഹാബി പോലുമല്ല, ഔലിയല്ല, സ്വാലിഹല്ല, പാപികളായ നമ്മളെങ്ങനെ ദുആ ചെയ്യണം? ഏത് നിമിഷവും ആത്മാവിനെ കൊണ്ടുപോകാൻ നസറായിൽ കടന്നു വരും. ഞങ്ങളുടെ പട്ടിക്കാട് ജാമിഅ നൂരിയിലെ പഠനകാലത്ത് എൻ്റെ സീനിയറായിരുന്ന, സമാജത്തിൽ പലപ്പോഴും പാട്ടുപാടുന്ന, സരസമായി പ്രസംഗിക്കുന്ന, കാണുമ്പോഴെല്ലാം ദേശമംഗലമേ ദേശമംഗളമേ എന്നാണ് എന്നെ ഇത്തിരി തമാശയോടെ വിളിക്കാറുള്ളത്. ദേശമംഗളമേ എന്ന് മൻസൂർ ഫൈസി കാളമ്പാടി, അന്ന് പഠിച്ച ശരീക്കായ റഷീദ് ഫൈസി പൈങ്കണ്ണിയൂരും ഇപ്പോൾ ഈ ലൈവ് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിനും അറിയാം അദ്ദേഹത്തിൻ്റെ ചിരിച്ചുപോയ മുഖം. പടച്ചവനെ, ഇന്നലെ ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിലേക്ക് യാത്രയായി. മൻസൂർ ഫൈസി കാളമ്പാടി, യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാം. ആത്മീയ പ്രഭാഷകനായിരുന്നു അദ്ദേഹം. ആലോചിച്ച് നോക്കണേ, ഇന്ന് രാത്രി നിങ്ങൾ യൂട്യൂബിൽ മൻസൂർ ഫൈസി കാളമ്പാടി എന്നടിച്ച് പ്രസംഗം കേൾക്കുമ്പോ ആ മനുഷ്യന്റെ ശരീരം മണ്ണിന്റെ ഉള്ളില് ഇരുണ്ട ഖബറിലാണല്ലാ. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു ഇടം കൊടുക്കണമേ അല്ലാ. ഈ ദിവസം ഞാനോ മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഞാൻ മരിച്ചാൽ, നിങ്ങൾ യൂട്യൂബിൽ ബഷീർ ഫൈസി എന്നടിക്കുമ്പോൾ എൻ്റെ പ്രസംഗം വരുമ്പോൾ ഈ ഫേസ്ബുക്ക് അപ്പോഴുണ്ടാവും. നിങ്ങൾ പിറകോട്ട് പോയി 112 ദിവസത്തിലെ ഏതെങ്കിലും ലൈവ് കേൾക്കുമ്പോൾ ഈ ചിരിച്ചിരിക്കുന്ന എന്നെ കാണുമ്പോൾ, അന്ന് ഞാൻ ഖബറിലാണെങ്കിലോ ആലോചിക്കുമോ? അല്ലാ, ഈമാനുള്ള മരണം നൽകണേ അല്ലാ.
ഈമാനുള്ള മരണം നൽകണേ അല്ലാ. പടച്ചവനെ നീ ഞങ്ങളുടെ ശരീരത്തിന് ആഫിയത്ത് നൽകണേ റബ്ബേ. മശായിഖന്മാരെ തവസ്സുല് ചെയ്ത് ചോദിക്കുന്നു അല്ലാ, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഹക്ക് കൊണ്ട് ആഫിയത്ത് നൽകണേ അല്ലാ. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് ആഫിയത്ത് നൽകണേ അല്ലാ. ശൈഖ് ഹമ്മാദിന്റെ ഹക്ക് കൊണ്ട് ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഹൃദ്രോഗമുള്ളവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, കാലിന് അസുഖമുള്ളവരുണ്ട്, കാലിന് വേദനയുള്ളവരുണ്ട്, ഡിസ്കിന് വേദനയുള്ളവരുണ്ട്, സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കിഡ്നിക്ക് അസുഖമുള്ളവരുണ്ട്, ഉദരരോഗമുള്ളവരുണ്ട്, നെഞ്ചുവേദനയുള്ളവരുണ്ട്, ശരീരം കുഴഞ്ഞു പോയവരുണ്ട്, സംസാര ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, സംസാരം പ്രയാസമുള്ള കുട്ടികളുണ്ട്, ചെവി കേൾക്കാത്ത കുട്ടികളുള്ളവരുണ്ട്, തലവേദന നിരന്തരമായുള്ളവരുണ്ട്, മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, സിഹിർ ബാധിച്ചവരുണ്ട്, മാനസിക രോഗികളായ ആളുകളുണ്ട്. പടച്ചവനെ ടോൺസിൽസിൻ്റെ അസുഖമുള്ളവരുണ്ട്, അല്ലാ ശിഫയാക്കണേ അല്ലാ. ക്യാൻസറുള്ള രോഗികളുണ്ട്, കൊറോണ ബാധിച്ചവരുണ്ട്, പോസിറ്റീവായവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. اللهم اذهب البأس رب الناس واشف أنت الشافي لا شفاء إلا شفاؤك شفاء لا يغادر سقما ولا ألما ظاهريا وباطنيا وروحانيا وجسمانيا وشيطانيا وجنيا وسيريا وعينيا وظلميا شفاء لا يغادر سقما ولا ألما بحق كافا يا عين صاد حمايتنا ألف لام ميم وبحق بسم الله الرحمن الرحيم وبحق جبريل وميكائيل وإسرافيل وعزرائيل وبحق الشيخ محي الدين عبد القادر الكيلان. പടച്ചവനെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. വിവാഹ പ്രായമെത്തിയവർക്ക് നീണകൾ നൽകണമേ അല്ലാ. ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലീഹങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, ഞങ്ങളുടെ അഭിവന്ദരായ ഉസ്താദുമാർ, ഞങ്ങളുടെ ഹബീബിങ്ങൾ, ഞങ്ങളുടെ അഡ്മിൻസ്, ഞങ്ങളെ ഇതിനു വേണ്ടി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, ഒരു സന്ദേശമെങ്കിലും പകർത്തുന്നവർ, പടച്ചവനെ പരിപൂർണമായ ആഫിയത്ത് നൽകി രോഗങ്ങൾക്ക് ശമനം നൽകി ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും നീ വിജയിപ്പിക്കണേ റഹ്മാനേ. ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ ഒരുപാട് ആളുകൾ വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഖൈറുകളെയൊക്കെ നീ വിജയിപ്പിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഒരു മദ്രസ പണി നടക്കുന്നു എന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ എളുപ്പമാക്കി കൊടുക്കണമേ തമ്പുരാനെ, എളുപ്പമാക്കി കൊടുക്കണമേ തമ്പുരാനെ. ഒരു സഹോദരിയുടെ കുടുംബത്തിൽ ആരോ ക്യാൻസർ രോഗിയാണ്, ശിഫയാക്കണേ അല്ലാ. മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി അല്ലാഹുവേ നീ നിറവേറ്റി തരണേ റഹ്മാനേ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ യാ അർഹമർ റഹീമീൻ. ഏതെങ്കിലും വിട്ടുപോയിട്ട് വന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യൂ. 2 മിനിറ്റുള്ളൊന്ന് കമൻറ്റ് ചെയ്യൂ. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നേരത്തെ ആ പോസ്റ്റ് ഇട്ടപ്പോൾ ആരോ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മകളുടെയും കൊണ്ട് ബാംഗ്ലൂരിലാണ് ടെസ്റ്റ് കഴിഞ്ഞ നാൾ ഡോക്ടറെ കാണും. മുജീബും മുബീൻ ഹബീബിങ്ങളെയും ദുആ ചെയ്യൂ. എന്തോ ബാംഗ്ലൂരിൽ മകളുമായി പോയിരിക്കുകയാണ്, ടെസ്റ്റ് നടക്കണം. അള്ളാഹുവേ അത് ഹൈറാക്കി കൊടുക്കണേ തമ്പുരാനെ. ഒരു ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തിൽ ആക്കി കൊടുക്കണേ തമ്പുരാനെ. സഹോദരങ്ങളെ 2-3 സന്തോഷമുള്ള വാർത്തകൾ കിട്ടിയിട്ടതിൻ്റെ ഇടയിൽ വളരെ സന്തോഷകരമായ ചില അനുഭവങ്ങളുണ്ടായി. ഒന്ന് നമ്മുടെ നൗഷാദ് കളേഴ്സ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അങ്ങനെയൊക്കെ ഉണ്ടായി. അതൊരു ഹദിയൊക്കെ നൽകിയുന്നുണ്ട് പാവം, മാഷാ അല്ലാ. അപ്പോൾ മൂപ്പര് നിയ്യത്ത് ചെയ്തതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലുമൊക്കെ ആമീൻ പറയുന്നവരുണ്ടാവും. നമ്മൾ വരുന്നിട്ട് എന്തായാലും അള്ളാഹ് സ്വീകരിക്കണോ? അള്ളാഹ് പോയാലോ, നമുക്ക് ഇല്ലയെന്ന് പറയാനും പറ്റില്ല, ഉണ്ട് എന്ന് പറയാനും പറ്റില്ല. നമ്മൾ തമിഴ് കുറവല്ലേ ഹബീബിങ്ങളെ.
നമ്മുടെ അനിഷാദിൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ കോവിഡാണ്, അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ, നെഗറ്റീവാക്കി കൊടുക്കട്ടെ. സാജിർ മജീദിൻ്റെ കൂട്ടുകാരൻ്റെ അബുദാബി വെന്റിലേറ്ററിലാണ്, അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഗൾഫിലൊക്കെ വെന്റിലേറ്റർ ആയാൽ തന്നെ ഒരു അവസ്ഥ എന്താ നിങ്ങൾക്കറിയും. പടച്ചവനെ എത്രയും പെട്ടെന്ന് മോചനം കൊടുക്കട്ടെ, ഹൈർ വിധിക്കണേ തമ്പുരാനെ. നമ്മുടെ ശനിയാഴ്ച നമ്മുടെ ഹിലർ സാഹിബിൻ്റെ മകളുടെ കല്യാണമാണ്. എല്ലാവരും ക്ഷണിക്കുന്നില്ല, കോവിഡ് പാൻഡമിക് കാലമാണ്, പ്രോട്ടോകോൾ നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു സന്തോഷകരമായി നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, സന്തോഷം കൊടുക്കട്ടെ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അവസ്ഥ കൊടുക്കട്ടെ. കുഞ്ഞബ്ദുള്ള ശ്വാസം മുട്ടാണ്, അള്ളാഹുവിനെ ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ. വിഹക്കി ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി. മുഹമ്മദ് ഹനീഫ മൈഗ്രെയിൻ ആണ്, അള്ളാഹുവിനെ ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ, ശിഫയാക്കണേ തമ്പുരാനെ. ഫൈസിൽ ചന്താപ്പിന് ഞങ്ങൾ കുഞ്ഞുമ സുഖമില്ലാതെ, അള്ളാഹു ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ, ശിഫയാക്കണേ തമ്പുരാനെ. അപ്പോൾ ഹബീബിങ്ങളെ നമുക്ക് പിരിയാനായിട്ടുണ്ട് കേട്ടോ. ഷബീർ മുഹമ്മദ് വിളിച്ചോ? എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നാളെ 10 മണിക്ക് വിളിച്ചോളൂ. ആ ഹിലറിൻ്റെ മോളുടെ കല്യാണമാണ്. ഹിലർ സാഹിബ് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു കേട്ടോ, മാഷാ അല്ലാ. അപ്പം നമുക്ക് മറ്റൊരു ദിവസം ഇനി നിങ്ങൾ എന്ത് പറയണോ, ഈ ഭാഗം തുടരണോ അതോ നമ്മൾ മിസറിലേക്ക് തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അവിടെ നിർത്തിയിട്ടേ പോകുന്നു, അതോ ഇതിൽ കുറച്ച് ഭാഗം കൂടി പറയണോ? നിങ്ങളത് പെട്ടെന്ന് കമൻറ്റ് ചെയ്യും. ഇപ്പോൾ 224 ആൾക്കാരുണ്ട്, ബാക്കി 150 ആൾ പോയി. ആരെയും മരിച്ചിട്ടില്ല എന്ന് ഇത് നാസർ മണ്ണത്തിയോടും. ആരും മരിച്ചിട്ടില്ല എന്നാ സഹോദര പറയണത്. മുഹമ്മദ് ഷാനവാസ് മരിച്ചോ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും. നമ്മൾ മൊത്തത്തിൽ ദുആ ചെയ്യൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂടെ തൗഫീഖ് നൽകട്ടെ. ത്വഹ തങ്ങളുടെ തൃക്കല്യാണത്തിനു തോരണങ്ങൾ തൂക്കുമ്പോൾ തന്നിനം പാടി താളത്തിലാടി പാടുവാൻ തൗഫീഖേകല്ലാഹ്. എല്ലാവരും തുടരണം തന്നെയാണ് പറയുന്നത്. അല്ല, ലൈവ് തുടരണമെന്നല്ല, നമ്മൾ ഈ 112 വരെ എത്തി, അത് തുടരും. നല്ല തൗഫീഖ് ചെയ്താൽ മരിച്ചിട്ടില്ലെങ്കിൽ, ഹോസ്പിറ്റലിലൊന്നും കിടക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ 4-5 ലൈവിൽ നമ്മൾ മുഹ്യിദ്ദീൻ മാലയുടെ വാക്കം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ വചനപ്രസാദമാണ് പറയുന്നത്. അത് തുടരണോന്നാണ് ചോദിച്ചത്. എല്ലാവരും അത് പറയുകയാണെങ്കിൽ തുടരാം, അല്ലെങ്കിൽ നമുക്ക് മിസ്റിലേക്ക് തന്നെ പോകാം. അപ്പം പോകുന്നവരൊക്കെ ഒരു സലാം പറഞ്ഞ് പോയിക്കോളൂ കേട്ടോ. തൂക്കുജാമൻ കുജാ തൂക്കുജാമൻ കുജാ തൂക്കുജാമൻ കുജാ തൂ അമീറേ ഹറം. അങ്ങ് ഹറമിൻ്റെ ഇമാമാണ് നബിയെ, മേ ഫഖീറേ അജം. ഞങ്ങൾ പൗരസ്ത്യരായ അഗതികളാണ് നബിയെ, തൂക്കുജാമൻ കുജാ. ഇൻഷാ അല്ലാഹ് അത് തന്നെ തുടരാം. പഴയ കണ്ണട തന്നെയാണ്, പുതിയതല്ല. ആ പൊട്ടിയ കണ്ണട തന്നെയാണ് കണ്ടത്. സൗദിയിൽ നിന്നും കുഴഞ്ഞു വീണ ആള് മരിച്ചിട്ടില്ല എന്നാണ് നാസർ മമ്മീൻ മണ്ണിത്തൊടി പറയുന്നത്. അങ്ങനെയാണോ? ആ മറിഞ്ഞു വീണ ആള് മരിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഞാനത് പോസ്റ്റ് ഇടുകയോ കമൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ദുആ ചെയ്യാൻ വേണ്ടിയിട്ടേ. മരിച്ചെങ്കിൽ നമ്മൾ മാഫറത്തിന് വേണ്ടി പ്രാർത്ഥിക്കണല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ നാസർ മണ്ണിത്തൊടി മരിച്ചിട്ടില്ല എന്ന് പറയണ്ട, ഒരു വീഡിയോ വന്നില്ലേ? അങ്ങനെ മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ആളുകൾ ഇങ്ങനെ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നു? നമ്മളിതാ പറഞ്ഞു, നമുക്ക് തോന്നിയത് പോലെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതല്ലേ. ഒരു കാര്യത്തിൻ്റെ സോഴ്സ് എന്താണെന്ന് അറിയാതെ കഷ്ടം. എനിക്കറിയില്ല കേട്ടോ.
ചിത്രങ്ങളെ മനം നിത്യം കിന കാണവേ പാവത്തിൻ കനവിലൊരു ദിനം എത്തും ഞാൻ കാത്തിടവേ ത്വമീനാരത്തിൻ ചിത്രങ്ങളെ മനം നിത്യം കിന കാണവേ പാവത്തിൻ കനവിലൊരു ദിനം എത്തും ഞാൻ കാത്തിടവേ. മുഹമ്മദ് മൊയ്തീൻ കുട്ടി കഴിഞ്ഞ ദിവസം നിക്കാഹ് ചെയ്ത കുട്ടിയുടെ ഭർത്താവിന് സുഖമില്ലാതെ ആശുപത്രിയിൽ വെച്ചാണ്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. പൊള്ളാച്ചിയിൽ നിന്ന് നമ്മുടെ സഹോദരൻ എല്ലാ ദിവസവും ലൈവിൽ വരാറുണ്ട്. അദ്ദേഹം വെൽക്കം ടു പൊള്ളാച്ചി എന്നൊക്കെ എഴുതാറുണ്ട്. ഷെയ്ഖ് പൊള്ളാച്ചി കൂടെ എപ്പോഴെങ്കിലും വരുമ്പോൾ നിങ്ങളുടെ നമ്പറൊന്നും ഇല്ല, ഞാൻ വിളിക്കാം കേട്ടോ. സയ്യിദ് മുആദ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടില്ലേ? പാടാനിഷ്ടമാണ് പാടിയതു ഞാനങ്ങയാണ് പാൽ നിലാനബി തിങ്കളെന്നെ നോക്കിടാനാണ് തങ്ങളെ ഞാൻ പാപിയാണ് എങ്കിലും ഞാൻ പാവമാണ് പാപമേറിയ ജീവിതം തീർത്ഥമനമാണ് പാട്ടുപാടാനിഷ്ടമാണ് പാടിയതു ഞാനങ്ങയാണ് പാൽ നിലാനബി തിങ്കളെന്നെ നോക്കിടാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ എല്ലാവരോടും നമുക്ക് കാണാം. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും നമുക്ക് വീണ്ടും അള്ളാഹു തൗഫീഖ് ചെയ്താൽ മരിച്ചിട്ടില്ലെങ്കിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.